Aí, bora! Esse boy é lá de que vocês deixam de bomba da mão do skate. ഒരുപാട് ചെറുപ്പക്കാരെ വിളിക്കുന്നില്ലേ? He's one of the most inspirational leader for the youngsters. മൈക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? ഗുഡ് ആഫ്റ്റർനൂൺ. ഈ ഗുഡ് ആഫ്റ്റർനൂൺ ഒരു അല്പ എനർജി കുറവുണ്ടോ? ഇന്നലെ രാത്രി ഇവിടെ വെച്ച് സുജി സാർ ഞങ്ങളെ വിളിച്ചോ പറഞ്ഞു, അർജു കുറെ വർഷത്തിന് ശേഷമാണ് കോഴിക്കോടിന്റെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇതുപോലൊരു പ്രോഗ്രാം, ഇത്രയധികം ആളുകളുള്ള ഒരു പ്രോഗ്രാം, അച്ചീവേഴ്സ് ഉള്ള പ്രോഗ്രാം, 10-ൽ കൂടുതൽ ക്രോഡ്പതീസ് വന്നിരിക്കുന്ന, 100-ൽ കൂടുതൽ മലേഷ്യ അച്ചീവേഴ്സ് വന്നിരിക്കുന്ന, 1000-ലധികം ഫ്യൂച്ചർ കരോഡ്പതീസ് ഇരിക്കുന്ന ഈ പ്രോഗ്രാമിന് ഈ എനർജി മതിയോ? Once again, good afternoon. സ്വദേശം തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് നമ്മണ്ട. എന്റെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് BBA. ഈ ബിസിനസ്സിൽ ഞാൻ 11 വർഷങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ആദ്യമായിട്ട് ഇത്രയും ഒരു അവസരം എനിക്ക് പരിചയപ്പെടുത്തി തന്ന എന്റെ സ്പോൺസർ കമ്പനിയുടെ CEO ആയിട്ടുള്ള അഡ്വക്കേറ്റ് അഭിലാഷ് തോമസ് സാറിനും, എന്റെ മെന്റർ, ഇന്ത്യയുടെ ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ, ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ സെലിബ്രിറ്റി ലീഡർ മിസ്റ്റർ സുജിത് ഖാൻ സാറിനും, എന്റെ ഓംപ്രകാശ് സാർ, അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ രമേശ് സാർ, എക്സിക്യൂട്ടീവ് വൈറ്റ് ഡയമണ്ട് മനോജ് മാധവൻ സാർ, അതർ ഡയമണ്ട് ലീഡേഴ്സ് മണികണ്ഠൻ സാർ, അതർ ലീഡേഴ്സ്, എല്ലാവർക്കും എന്റെ എല്ലാവിധ നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നു. സോ ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു ദിവസം എന്നെ അഭിലാഷ് സാർ പറഞ്ഞു, അർജു എന്റെ ഫ്രണ്ട് അവിടെ വരുന്നുണ്ട്, അവരെ നീ ഒന്ന് പോയി കാണണം, അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു പറഞ്ഞു. അപ്പൊ വലിയ തലക്കനമൊക്കെ ആയിട്ട് 22ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിൽ ഞാൻ വരുന്നു. അന്ന് അദ്ദേഹത്തെ ചെല്ലുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിലുണ്ട്. എന്തോ ഒരു കമ്പനി AB പറയും, അതൊക്കെ പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടും, കാശുണ്ടാക്കാം, ബെൻസ് വാങ്ങാം എന്നൊക്കെ അദ്ദേഹം പറയും. തിരിച്ച് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് അദ്ദേഹത്തെ ഇട്ടൊന്ന് വട്ടം കറക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് പ്ലാനിങ് എടുക്കാൻ വേണ്ടി വന്നത്. പക്ഷെ ഞാൻ ചെന്ന് പെട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ചെന്ന് പെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഒരു 3 മണിക്കൂർ നേരം കൊണ്ട് ആ സിംഹം എന്നെ കടിച്ചു വലിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞു. ആ സിംഹത്തിന്റെ പേരാണ് ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ മിസ്റ്റർ സുജിത് ഖാൻ. ആ മീറ്റിംഗിന് ശേഷം ഞാൻ തീരുമാനിച്ചു, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഐ വാണ്ട് ടു ബിക്കം റിച്ച് ആൻഡ് വെൽത്തി. എനിക്ക് സമ്പന്നതയിൽ ജീവിക്കണം, കാശുകാരനാവണം, മെർസിഡീസ് വാങ്ങണം, അനിയത്തിയുടെ കല്യാണം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടത്തണം, എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും സമൂഹത്തിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചെന്ന് പറയാൻ പറ്റണം, അവൻ എന്റെ മോന കണ്ടില്ലേ, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തണം എന്ന് തീരുമാനിച്ച് ഈ പ്രൊജക്ട് ആരംഭിച്ചു. ആദ്യം തന്നെ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത ഒരു ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാമിലേക്ക് ഞാനും കാലെടുത്ത് വെച്ചു. ആ പ്രോഗ്രാം ഹാളിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു സാധാരണ BPL റേഷൻ കാർഡുകാരനാണ്. എന്റെ അപ്പച്ചൻ സാധാരണ വാർത്തപ്പണിക്കാരനാണ്. പക്ഷെ ആ പ്രോഗ്രാം ഹാളിൽ വന്ന് ആ 8 കോർ സ്റ്റെപ്പുകൾ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചപ്പോൾ അന്നത്തെ BPL റേഷൻ കാർഡുകാരൻ ഇന്നത്തെ മൾട്ടി ക്രോർപതിയായി മാറിക്കഴിഞ്ഞു. അന്ന് എന്റെ കയ്യിൽ മെർസിഡീസ് ഇല്ല, എന്റെ കയ്യിൽ കാർ ഇല്ല. പക്ഷെ ഇന്ന് ആ ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാമിന് ശേഷം ഇന്ന് എന്റെ കയ്യിൽ 4 കാറുണ്ട്. അതിലൊന്ന് മെർസിഡീസ് ബെൻസ് ആണ്. ഇതേ കോഴിക്കോട് ജില്ലയിലെ ബ്രിഡ്ജ്വേ മോട്ടോഴ്സിൽ നിന്ന് 6 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചു എന്റെ മെർസിഡീസ്. ഞാൻ സൗത്ത് ഇന്ത്യയിലെ യങ്ങസ്റ്റ് മെർസിഡീസ് ബെൻസ് ക്ലബ്ബ് മെമ്പറാണ്. പക്ഷെ ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതല്ല. ഇതേ കോഴിക്കോട് ജില്ലയിൽ മാവൂർ റോട്ടിലേക്ക് ചെന്നാൽ, പാളയം ഭാഗത്തേക്ക് ചെന്നാൽ VNM ഒരു ജ്വല്ലറി ഉണ്ട് അവിടെ, വെങ്കടേഷ് നായക് മോഹൻദാസ്. 4 വർഷം മുമ്പ് ഞാൻ ആ ജ്വല്ലറിയിലേക്ക് കയറി ചെന്നു. എന്റെ അനിയത്തിക്ക് കല്യാണത്തിന്റെ സമയത്ത് ഒറ്റ ചെക്കിൽ 1/2 കിലോ ഗോൾഡ് വാങ്ങിച്ചു കൊടുത്തു. ഫൗണ്ടേഷൻ ഡയമണ്ടിന് മുമ്പ് ആലോചിക്കാൻ പോലും പറ്റില്ല എനിക്ക് സന്ദർഭം. പക്ഷെ ഫൗണ്ടേഷൻ ഡയമണ്ട് എന്നെ ഇങ്ങനെയൊക്കെ മാറ്റി. പിന്നെ ഈ പ്രൊജക്ട് ആദ്യമായിട്ട് എടുത്ത സമയത്ത് എന്റെ കോഴിക്കോട് ജില്ലയിലെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, അവന്റെ വഴിയൊക്കെ തെറ്റിയിട്ടോ. ഇന്ത്യൻ നേവിയിൽ ജോലി കിട്ടിയ സമയത്താണ് ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്തത്, ഈ ബിസിനസ്സിലേക്ക് വന്നത്. പലരും പറഞ്ഞു, നല്ല കുടുംബത്തിൽ നിന്ന് അവര് പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. ഉറപ്പാണ്, വഴി തെറ്റിയല്ലോ. ഇത് ആളെ ചേർക്കുന്ന ഏർപ്പാടല്ലേ. എന്തോരം കമ്പനികളാ, ആയിരക്കണക്കിന് കമ്പനികൾ വരും, 1000 എണ്ണം വിട്ടും വീണ്ടും പുതിയത് വരും. ആ ലൈഫൊക്കെ മാറി. ഇനി എന്താണ്, അവരൊന്നും എവിടെ എത്തിപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ കല്യാണം ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്റെ നാട്ടിൽ. കാര്യം എന്താ, അവന്റെ കല്യാണം നടക്കില്ല, നല്ല കുടുംബത്തിലെ കുട്ടികളെ കിട്ടില്ല, ഉറപ്പാണ്. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ 3
വർഷം മുമ്പ്, ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കണം, 3 വർഷം മുമ്പ് ഈ തൊഴിലിൽ വന്ന ആളുകൾ പറഞ്ഞു, ഇനി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളൊന്നും അർജുനെ കല്യാണം കഴിക്കില്ല, നല്ല കുടുംബത്തിന് പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ 3 വർഷം മുമ്പ് ഡോക്ടർ ആവണി ചെറുപ്പത്തിനെ എന്റെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു. ഒരു ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ എന്റെ സെഷനിലേക്ക് അങ്ങോട്ട് ഡയറക്റ്റ് കിടക്കുകയാണ്. കല്യാണം ഉറപ്പിച്ച സമയത്ത് പെൺകുട്ടികൾ, നമ്മുടെ കുടുംബത്തിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ കല്യാണം ഉറപ്പിച്ചാൽ ചോദിക്കില്ലേ, കെട്ടാൻ പോകുന്ന ചെക്കൻ എന്താ പരിപാടി ചോദിക്കില്ലേ? ആവണിയുടെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, എന്താ അർജുന്റെ ഏർപ്പാട്? ഡോക്ടറാണോ? അല്ല. പിന്നെ എന്താ, എഞ്ചിനീയർ ആണോ? അല്ല. IT ഫീൽഡാണോ? അല്ല. ബിസിനസ് ആണ്, ഫാർമ ഫീൽഡ് ആണോ? അല്ല. എന്താ ബിസിനസ്? അതെ, ഇൻഡസ്ട്രി ആളെ ചേർക്കുന്ന പരിപാടി. എന്റെ പൊന്നാവണി, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ വേണമെങ്കിലും നിനക്ക് യൂട്ടേൺ എടുക്കാം. പലരും അവളോട് പറഞ്ഞു. ഞങ്ങൾ ഫോൺ ചെയ്യുന്നതൊക്കെ എന്നോട് ഷെയർ ചെയ്യില്ലേ? തമിഴ്നാട്ടിൽ സേലത്തുള്ള അവളുടെ ഒരു ഫ്രണ്ട് അവളോട് ആദ്യമായിട്ട് അത് പറഞ്ഞത്, ആവണി അത് വന്ന് ആളെ കുടിക്കുന്ന വേല നമ്പക്കൂടാതെ. ആവണിയോട് ഞാൻ പറഞ്ഞു, ആവണി നാം വന്ന് ആളെ കുടിക്കുന്ന വേല പണ്ണലേ, കുടിച്ച വാക്കേക്ക് ആളുകളെ കൈപിടിച്ചെത്ര വേലടാ നാം പണിയിട്ടിരിക്കുന്നത് പറഞ്ഞിട്ട് അവളെ അന്ന് അവിടെ കൺവിൻസ് ചെയ്തു. പക്ഷെ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കുമല്ലോ. എന്നാലും പറഞ്ഞില്ലേ, അർജു മോശക്കാരനാണ്, അർജു ചെയ്യുന്ന ബിസിനസ് മോശമാണ്, വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ. കല്യാണം കഴിഞ്ഞു, ഹണിമൂൺ പോയി മാൽഡീവ്സിലേക്ക്, തിരിച്ചു വന്ന് ഞങ്ങളുടെ ദുബായ് ട്രിപ്പ് പോയി. അത് കഴിഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞു ഖത്തറിലേക്ക് വാ, വേൾഡ് കപ്പ് കാണാമെന്ന് പറഞ്ഞു. 3ാമത്തത് പോയി. അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയി. വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഹോട്ടലിലേക്ക്, മലേഷ്യയിലേക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ പോയി വന്നു. അപ്പൊ ആദ്യത്തെ വർഷം അവളെ കൂട്ടി 4 ട്രിപ്പ്. അത് പോയി വന്നതിന് ശേഷം അവളുടെ കൂട്ടുകാര് തിരിച്ച് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, അർജുവിന്റെ കൂട്ടുകാരിൽ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. ഇതിനൊക്കെ എന്നെ പ്രാപ്തനാക്കിയത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അറ്റൻഡ് ചെയ്ത ടീം SK ഓർഗനൈസ് ചെയ്ത ഫൗണ്ടേഷൻ ഡയമണ്ട് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇന്നീ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ 1250 വരെ നോക്കി നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇവിടെ നമ്മൾ 1000 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇന്നിവിടെ കേട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ, പണിയെടുക്കാൻ, പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് 1000 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഓരോ ആളുകളും ഇൻഡസ്ട്രിയുടെ കഴിവ് തെളിയിച്ച, കരുത്തുറ്റ, നാടിന് മൂല്യമുള്ള, നാടിന് വിലമതിക്കാനാവാത്ത രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു 1250 ഫ്യൂച്ചർ എക്സിക്യൂട്ടീവ് ഡയമണ്ട്സ് ആയിട്ട് നിങ്ങൾക്കൊക്കെ മാറാൻ സാധിക്കും. അതിന്റെ 2 സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം എന്താ? ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് അക്കോർഡിംഗ് ടു ഡോക്ടർ എം ശംസുദ്ദീൻ സാർ. ലിസ്റ്റിൽ തുടങ്ങും നമ്മൾ. രണ്ടാമത്തെ കാര്യം എന്താ? സെലക്ഷൻ. 3ാമത്തെ സ്റ്റെപ്പാണ് എന്റെ ചുമതല. 3ാമത്തെ സ്റ്റെപ്പ് പ്രോസ്പെക്ടിംഗ് ആണ്. പ്രോസ്പെക്ടിംഗ് എന്താണ്? പ്രോസ്പെക്ടിംഗ്, ഹലോ, പ്ലാന് പറയുന്നതിന് മുമ്പ് പ്ലാന് കേൾക്കാൻ ആളുകളെ തയ്യാറാക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് പ്രോസ്പെക്ടിംഗ്. പക്ഷെ പലപ്പോഴും ഞാൻ ഫീൽഡ് വർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പ്ലാൻ പ്രസന്റേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കാണാറുണ്ട്, ബഹുഭൂരിപക്ഷം ആളുകളുടെ കയ്യിലും ലിസ്റ്റ് ഉണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യില്ല? സെലക്ഷൻ കറക്റ്റ് നടത്തില്ല, പ്രോസ്പെക്ടിങ് ചെയ്യില്ല, ഡയറക്റ്റ് പിടിച്ച് നമ്മളെ കയ്യിൽ കൊണ്ടുതരും, പ്ലാൻ ഒന്ന് പറയണമെന്ന് പറയും. അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നമ്മൾ prospecting is the process of creating need and arousing curiosity in the mind of your suspect. ആളുകളുടെ മനസ്സിൽ ആവശ്യത്തെ ജനിപ്പിക്കുക, at the same time ക്യൂരിയോസിറ്റിയുടെ നല്ല മലയാളം എന്താ? ജിജ്ഞാസ. ആവശ്യത്തെ ജനിപ്പിക്കുക, ജിജ്ഞാസ ഉയർത്തുക. ഇത് ചെയ്യുന്നതാണ് എന്ത്? പ്രോസ്പെക്ടിംഗ് എന്ന് പറയുന്ന കാര്യം. സോ ഒരു ചെരുപ്പ് കുത്തി എല്ലായ്പ്പോഴും ഒരാളെ കാണുമ്പോൾ എന്താ നോക്കുക? നമ്മൾ റോഡിലൂടെ പോകുന്നു, ഒരു ചെരുപ്പ് കുത്തി, അദ്ദേഹത്തിന്റെ തൊഴിൽ അതാണ്. അത് ചെയ്യുമ്പോൾ അദ്ദേഹം നമ്മളെ നോക്കി, കൊള്ളാലോ, നല്ല ഡ്രസ്സാണല്ലോ പറയും. എന്താ പറയാ? എവിടെയൊക്കെ ശ്രദ്ധിക്കുക? കറക്റ്റ് അല്ലേ? ഇതേപോലെ തന്നെ ഒരു ടൈലർ എന്താ ശ്രദ്ധിക്കുക? അർജുന്റെ ഷൂ കൊള്ളാലോ, ഏതാണ് ആ ബ്രാൻഡ് നോക്കോ? ഇല്ല, ഏതാ നോക്കുക? ഇവിടേക്കല്ലേ? ഇതേപോലെ നമ്മൾ 1250 പേര് ഈ ഹാളിൽ എന്തിനു വന്നിരിക്കുക? നമ്മൾ ആരാ? ബിസിനസ്സുകാരാ, ശരിയല്ലേ? കച്ചവടക്കാരാ, ശരിയല്ലേ? എന്തിനാ വന്നത്? കച്ചവടം ചെയ്യാനാ, ശരിയല്ലേ? എന്ത് ബിസിനസ്സിലാണ് നമ്മളുള്ളത്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് അല്ലേ? എന്താ ഇവിടെ ചെയ്യേണ്ടത്? നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യലല്ലേ? ആളെ ചേർത്തലല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു റഡാർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം? ഇവിടെ തൊട്ട് മുമ്പത്തെ സെഷനിൽ മണികണ്ഠൻ സാറും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മളെക്കാൾ ഉയർന്ന ജീവിത നിലവാരത്തിലുള്ള
നമ്മളെക്കാൾ വിദ്യാഭ്യാസ യോഗ്യത കൂടുതലുള്ള, നമ്മളെക്കാൾ എനർജറ്റിക് ആയിട്ടുള്ള, ഒരു പക്ഷേ നമ്മളെക്കാൾ ഒരു 5 വയസ്സെങ്കിലും കുറവായിട്ടുള്ള ആളുകളെ നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. വേണ്ടേ? ഇവരെന്റെ ബിസിനസ്സിനെ പറ്റുമോ, ഇവർ വന്നാൽ എങ്ങനെ ഉണ്ടാവും, എ ടീമിലേക്ക് ഇവർ വന്നാൽ എങ്ങനെ, ബി ടീമിലേക്ക് ഇവർ വന്നാൽ എങ്ങനെ, എ ടീം ഇപ്പോൾ ഒന്ന് സ്ട്രോങ് ആണ്, അപ്പൊ എന്റെ ബി ടീം ഇപ്പോൾ ഒന്ന് വീക്ക് ആണ്, അവിടേക്ക് ഈ ചേച്ചി വന്നാൽ എങ്ങനെ, ആ ചേട്ടനെ കൊണ്ടുവന്നാൽ എങ്ങനെ, അങ്കിളിനെ കൊണ്ടുവന്നാൽ എങ്ങനെ, ക്ലാസ്മേറ്റ് വന്നാൽ എങ്ങനെ. ഇങ്ങനെ നമ്മൾ ആ ഒരു മനോഭാവം, ഞാൻ ആളെ ചേർത്തുന്ന തൊഴിലല്ലേ ചെയ്യുന്നത്, അപ്പൊ ആളെ ചേർത്തുന്ന ഞാൻ ആളുകളെ അന്വേഷിക്കുന്ന മനസ്സിലേക്ക് കൂടി ഞാനൊന്ന് എത്തണം. അപ്പൊ എ പേഴ്സൺ ഇൻ യുവർ ലിസ്റ്റ് ഈസ് എ സസ്പെക്ട്. 150 പേരുടെ ലിസ്റ്റ് ഇപ്പൊ കയ്യിലുണ്ട്, ശരിയല്ലേ? ഹലോ, റെഡിയാണോ? ആ 150 പേരും ആരാ? സസ്പെക്ട് ആണ്. നമ്മൾ എപ്പോഴാണോ ഇവർക്ക് പ്രോസ്പെക്ടിങ് നടത്തുന്നത്, അപ്പോഴേ ഇവർ ആരായിട്ട് മാറുന്നുള്ളൂ? പ്രോസ്പെക്ട് ആയിട്ട് മാറുന്നുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സസ്പെക്ടിനോട് പ്ലാൻ പറഞ്ഞാൽ ഇവിടെ തട്ടും തെറിച്ചു, വെയിറ്റിലടിച്ചു. അപ്പൊ നിങ്ങൾക്ക് ആർക്കോ എന്നെ അത്ര കണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു കൈയ്യടി തരൂ. അപ്പോ നമ്മുടെ ലിസ്റ്റിലുള്ള ആള് സസ്പെക്ട് ആണ്. ഈ സസ്പെക്ട് പ്രോസ്പെക്ട് ആയിട്ട് മാറണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രോസ്പെക്ടിങ് ചെയ്യണം. സസ്പെക്ടിനോട് പ്ലാന് പറഞ്ഞിട്ട് കാര്യം ഇല്ല. പ്ലാന് പറയേണ്ടത് ആരോടാ? പ്രോസ്പെക്ടിനോടാണ് നമ്മൾ പ്ലാന് പറയേണ്ടത്. സസ്പെക്ട് will become prospect after prospecting. To receive new VBO, you need to prospect people. Without prospecting, if you present the opportunity, it may not produce desired result. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താ? നിങ്ങൾ അർജുൻ കെ വസന്ത്, നിങ്ങളുടെ കൂട്ടുകാരനാണ് ഞാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്റെ അനിയനാണ് ഞാൻ. എനിക്ക് നിങ്ങൾ പ്ലാൻ തരാൻ വരുമ്പോ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്ന റിസൾട്ട്? ഞാൻ യെസ് പറയണം, അതന്നെ. പക്ഷെ പ്രോസ്പെക്ടിങ് നടത്താതെ പ്ലാന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന യെസ് കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസ്പെക്ടിങ്ങിന് വലിയ പ്രാധാന്യം നമ്മളുടെ ഈ ബിസിനസ്സിനകത്തുണ്ട്. ഒരു കർഷകൻ, നമ്മളൊക്കെ കാർഷിക വൃത്തിയിലൂടെ വന്ന ആളുകളായിരിക്കും ഭൂരിപക്ഷം, ശരിയല്ലേ? ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോ ചുമ്മാ വിത്തെടുത്ത് കയ്യിൽ വെച്ച് അങ്ങ് വിതയ്ക്കുകയാണോ? അല്ല. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നിലമൊഴുകും, കളം പറിച്ച് നിലമൊരുക്കി കളം ഒരുക്കും, ശരിയല്ലേ? അതിനുശേഷമേ എന്ത് ചെയ്യുള്ളൂ? ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആ വിത്ത് അങ്ങോട്ട് വെക്കും. ഇല്ലേ എന്റെ പൊന്നു തമ്പുരാനെ, ഇതൊന്ന് മുളയ്ക്കണേ, ശരിയല്ലേ? ഇതേപോലെയാണ് നമ്മളുടെ ഈ ബിസിനസ്സിൽ പ്രോസ്പെക്ടിങ്. ഞാൻ എൻ്റെ കഴിഞ്ഞ 11 വർഷത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആളുകൾ ഏറ്റവും തെറ്റുവരുത്തുന്ന, വീഴ്ച വരുത്തുന്ന ഒരു ഡയമണ്ട് ആവാനുള്ള 8 കോർ സ്റ്റെപ്പുകളിൽ ഒന്നാണ് ഈ 3ാമത്തെ സ്റ്റെപ്പ്, പ്രോസ്പെക്ടിങ്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ജാഗരൂകരായിട്ട് എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് നന്നായിട്ട് ഉൾക്കൊള്ളണം. മെർസിഡീസ് വേണോ? 1/2 കിലോ ഗോൾഡ് വരെ 1 കിലോ ഗോൾഡ് വേണോ? ഫ്ലാറ്റ് വേണോ? ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 8 കോർ സ്റ്റെപ്പുകൾ നമ്മളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പൊ പ്രോസ്പെക്ടിങ്ങിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. സോ ഈ പ്രോസ്പെക്ടിങ്ങുമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഒക്കെ രീതി എന്താണ്, എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ, മെജോറിറ്റി ആളുകൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാറ്റഗറി ആയിരിക്കും. നമുക്ക് നമ്മുടെ അയൽവാസി ഒരു സ്വിഫ്റ്റ് കാർ വാങ്ങി, റെഡ്. നമ്മൾ അവരോട് ചോദിക്കും, എന്തേ ബ്ലാക്ക് വാങ്ങിയാൽ പോരായിരുന്നോ? ചോദിക്കില്ലേ? നിങ്ങൾ ജന്മത്തിൽ ബ്ലാക്ക് സാരി എടുത്ത് പോയിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് കൊടുക്കണ്ടേ? നിങ്ങളല്ല നമ്മൾ. പക്ഷെ നമ്മളെന്താ ചോദിക്കാം? ഈ മോഡലിൽ ബ്ലാക്ക് ഒരല്പം നന്നായിരുന്നു കേട്ടോ, ഉണ്ടോ? അവരുടെ ഇഷ്ടത്തിന് അവർ റെഡ് വാങ്ങി. നമ്മൾ എന്ത് പറയണം? വാ, നല്ല കളറായിട്ടോ, ഞാനൊരു കാർ എടുത്താലും ഈ കളറാണ് ഞാൻ എടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലേ? അയൽവാസി TV വാങ്ങിച്ചു 64 ഇഞ്ച്. അയ്യോ, ഇത്രയൊക്കെ വേണ്ടിയിരുന്നോ ഈ ഭിത്തിയിലേക്ക്? 32 മതിയായിരുന്നല്ലോ. പറയാറുണ്ടോ നമ്മൾ? പറയാറുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞാൽ തെറ്റല്ല. ഫൗണ്ടേഷൻ ഡയമണ്ട് കഴിഞ്ഞ് പോയിട്ടും പറഞ്ഞാൽ കാശ് വരില്ല. കാശ് വരണമെങ്കിൽ ആര് മാറണം? ഹലോ, ഇൻഡസ്ട്രി ബിസിനസ്സിൽ കാശ് വരും. അർച്ചിത് രമേശ് സാറിനെ പോലെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആവാൻ നമുക്ക് പറ്റും. അതിന് നമ്മൾ ആരെ പോലെ മാറണം? അദ്ദേഹത്തെ പോലെ മാറണം, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ചെറിയൊരു മാറ്റം, ആളുകളെ അഭിനന്ദിക്കുന്ന, ആളുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മളൊന്ന് കൈതട്ടി കൊടുക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം. എന്തുകൊണ്ടാണെന്നറിയോ? ഷംസുദ്ദീൻ സാർ ഡേ 1 ഞങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ മറ്റൊരാളുടെ വിജയത്തിൽ മതിമറന്ന് സന്തോഷിക്കുന്നവരും മറ്റൊരാളുടെ വിജയത്തിൽ മതിമറന്ന് അയാളെ അഭിനന്ദിക്കുന്നവരെയും മാത്രമേ ദൈവം വലിയ വിജയങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുകയുള്ളൂ. അപ്പൊ ഈ ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കണം. അപ്പോഴേ നമ്മൾ എഴുതി വെച്ച 150 പേരുടെ ലിസ്റ്റിൽ നിന്ന് സെലക്ഷൻ നടത്തി പ്രോസ്പെക്ടിങ് നടത്താൻ നമ്മൾക്ക് പറ്റുള്ളൂ. 8 സ്റ്റെപ്പേ ഉള്ളൂ. അർച്ചിത് രമേശ് സാറിനെ പോലെ 10 കോടി വാങ്ങാം. സുജിത് സാറിനെ പോലെ 20 കോടി രൂപയിലേക്ക് നമുക്ക് എത്താം. ഈ ഹോളിലുള്ള ഓരോ ഡയമണ്ടിനെ പോലെയും 1 crore എബോവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും.
വിവയുടെ സിഇഒ ചെയർമാൻ പറയുന്നില്ല ഇന്നയാളുടെ അക്കൗണ്ടിലേക്ക് തരില്ല, പറയുന്നുണ്ടോ? ഇല്ല. ആർക്കും തരാൻ റെഡിയാണ്. പക്ഷേ മാറാൻ നമ്മൾ തയ്യാറുണ്ടോ? ഇങ്ങനൊരു മാറ്റം നമ്മൾ നിർബന്ധമായിട്ടും ബോധപൂർവം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ എന്റെ അപ്ലൈൻ കാർ എടുത്തപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ എല്ലാവരും എടുത്ത അപ്ലൈൻ അല്ലേ. പക്ഷെ ഞാൻ മനസ്സിലാക്കി ആ സമയത്ത് അപ്ലൈൻ ആ കാർ എടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സന്തോഷിക്കണം, സന്തോഷത്തിൽ മതിമറക്കണം, അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അപ്പോഴേ അടുത്ത കാറായിട്ട് ആരുടെ കാർ ഷോറൂമിൽ പുറത്തെത്തുള്ളൂ? എന്റെ കാർ പുറത്തെത്തുള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് മനോഭാവത്തിൽ അടിമുടി ആളുകളെ അംഗീകരിക്കുന്ന, അഭിനന്ദിക്കുന്ന ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരിക. സോ സെറ്റ് ദ പ്രോബ്ലം അണ്ടിൽ ദേ സീക്ക് സൊല്യൂഷൻ. അപ്പൊ ലിസ്റ്റ് കയ്യിലുണ്ട്, സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇവരുമായിട്ട് നേരിട്ട് ചെന്ന് ഇൻവെസ്റ്റ്മെന്റ് പറയരുത്. ഇവരുമായിട്ട് നേരിട്ട് ചെന്ന് നമ്മൾ ബിസിനസിന്റെ ഐഡിയാസ് ഒന്നും ഷെയർ ചെയ്യരുത്. അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അവരെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഇതിനൊരു സൊല്യൂഷൻ അവര് നമ്മളോട് ചോദിക്കണം. ക്ലിയർ ആണ്? അല്ല, കോവിഡിന് ശേഷം വീട് പണി വേഗത ഒന്ന് കുറഞ്ഞോ? നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ബന്ധു 2500 സ്ക്വയർ ഫീറ്റ് വീട് കെട്ടിയതായിരുന്നു. നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു? കൊറോണ വന്നു, ജോലി പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു, നാട്ടിലേക്ക് എത്തി. ചുമ്മാ ഒന്ന് ചോദിക്കണം, ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് വേഗത കുറഞ്ഞു അല്ലേ? അപ്പൊ അവരുടെ കഥകൾ അവർ പറയാൻ തുടങ്ങും. ശരിയല്ലേ, ഞാൻ വളരെ വിശ്വാസത്തിലായിരുന്നു, എന്റെ ആ 2 ലക്ഷം രൂപ സാലറി കണ്ടിട്ടാണ് ഞാൻ ഇത്രയും ലോൺ എടുത്തത്, ഇപ്പൊ ഉള്ളത് വിറ്റാലേ ലോൺ അടയ്ക്കാൻ പറ്റും. അറിയില്ലേ? അല്ല, എന്ത് പറ്റി? ആ കല്യാണം, മകളുടെ കല്യാണം എന്തോ നീട്ടിവെച്ചത്. എന്ത് പറയും? ഒരു 1.5 വർഷത്തേക്ക് എനിക്കൊന്ന് പ്രിപ്പയർഡ് ആവാൻ വേണ്ടി ഞാൻ സമയം ചോദിച്ചിരിക്കാം. പറയില്ലേ? ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവരോട് നമ്മൾ പറയാം. ഡൊണാൾഡ് ട്രംപിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവരുടെ പ്രശ്നത്തെ കുറിച്ച് അവരോട് നമ്മളൊന്ന് ചർച്ച ചെയ്യുക. അതിന്റെ ഒരു സഹായം അവർ നമ്മളോട് ചോദിക്കുന്നത് വരെ. അല്ല അർജു, അപ്പൊ നീ പറ, എന്തുണ്ട് വേറൊരു വഴി അർജു എന്നവർ ചോദിക്കുന്നത് വരെ അവരെനിക്ക് ആരാ? പ്രോസ്പെക്റ്റ് ആണ്. ശരിയല്ലേ? ഈ കഥകൾ ഞാൻ അവരോട് പറയുന്നത് വരെ അവരെന്റെ ലിസ്റ്റിലെ സെലക്ഷൻ നടത്തി വെച്ച സസ്പെക്ട് മാത്രമാണ്. ഈ സസ്പെക്ട് പ്രോസ്പെക്റ്റ് ആയിട്ട് മാറിയാലേ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ള സാഹചര്യം വരുന്നുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആയി പോയല്ലേ? ഹലോ. സോ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾക്ക് ഇന്നിപ്പോ കേരളത്തിലുള്ള ഓരോ ആളെ സംബന്ധിച്ചും എളുപ്പത്തിൽ നമുക്ക് അവരിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ പോരെ? സാധനങ്ങൾക്ക് വിലക്കയറ്റം ആണോ? വരുമാനത്തിലെ ഇടിവുകൾ ആണോ? ഇന്ന് പ്രധാനമായിട്ടും മലയാളികൾ അഭിമുഖീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വരുമാന സമ്പാദന മേഖലകൾ ഈ 4 ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്. ഒന്നേതാ? അഗ്രികൾച്ചർ അല്ലേ? നമ്മളൊക്കെ ഒരു കാർഷിക സാഹചര്യം അങ്ങനെ ജീവിക്കുന്ന ആളുകളായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകൾ. ഇന്നത്തെ സാഹചര്യത്തിൽ കൃഷി വിശ്വസിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന മേഖലയാണോ? രണ്ടാമത്തെ കാര്യം, ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, ഇന്നിപ്പോ അത് സേഫ് ആൻഡ് സെക്യൂർഡ് ആണോ? മൂന്നാമത്തെ കാര്യം എന്താ? എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ജോലി. നമ്മുടെ നാട്ടിൽ നിലവിൽ ഒരൊറ്റ എക്സാമ്പിൾ ഈ സ്ലൈഡ് എനിക്ക് തീർക്കാൻ പറ്റും. നമ്മളുടെ പഞ്ചായത്തിൽ, നമ്മളുടെ വാർഡിൽ ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരു കർഷകൻ, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എംപ്ലോയി, ഏതെങ്കിലും ഒരു സാധാരണ സെൽഫ് എംപ്ലോയ്മെന്റുകാരൻ ഇന്നൊരു മെർസിഡീസ് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരു 12,500 സ്ക്വയർ ഫീറ്റ് ബംഗ്ലാവിൽ ഇവരിൽ ആരെങ്കിലും ഇന്ന് താമസിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ ഇന്റർനാഷണൽ സ്കൂളുകളിൽ ഇവരുടെ ആരുടെയെങ്കിലും മക്കൾ പഠിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ വർഷവും 2-3 ഫോറിൻ ട്രിപ്പ് പോകുന്ന ഫാമിലികളിൽ ഇവരുടെ ആരെങ്കിലും ഉണ്ടോ? ഇതില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ 4 കാറ്റഗറിക്കാരും ഇന്നത്തെ സാഹചര്യത്തിൽ സർവൈവലിന് വേണ്ടി തന്നെ ബുദ്ധിമുട്ടുക അല്ലേ? ഇത് ഞാനൊന്ന് മനസ്സിലാക്കിയാൽ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പ്രോസ്പെക്റ്റിനോട് എനിക്കിത് കൺവേ ചെയ്യാൻ പറ്റും. ശരിയാണോ? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അഗ്രികൾച്ചർ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നെക്സ്റ്റ്. സോ ഇന്നത്തെ സാഹചര്യം അഗ്രികൾച്ചർ, കാർഷിക വൃത്തി, ശരിയല്ലേ? വിശ്വസിച്ച് നമുക്ക് അതിന്റെ വിലയോ അല്ലെങ്കിൽ വിളവോ കിട്ടുമെന്ന് പറയാൻ പറ്റും? ഉണ്ടോ? ഒരു കാറ്റ് മാറി വീശിയാൽ പോയി. ശരിയല്ലേ? ഒരു വേനൽക്കാല മഴ വന്നാൽ പോയി. ശരിയല്ലേ? എത്രയോ ആളുകൾ, ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയായിരുന്നു, കോഴിക്കോട് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. എത്രയോ വയലുകൾ ഞാനിന്ന് വരുമ്പോൾ നോക്കുന്ന സമയത്ത് അവരുടെ ഒക്കെ കൃഷിയൊക്കെ നശിച്ചിരിക്കുകയാണ്. ശരിയല്ലേ? നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റില്ല, നമുക്ക് അവിടുന്ന് വിളവെടുപ്പ് ലഭിക്കുമെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അതൊരു നല്ല സൊല്യൂഷൻ അല്ല. ശരിയല്ലേ? ഏതെങ്കിലും ഒരു കർഷകൻ ഇന്ന് അദ്ദേഹത്തിന്റെ മകനെ നിർബന്ധിക്കുന്നുണ്ടോ? എടാ മോനെ, നീ ഇത് തന്നെ അപ്പച്ചന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താ? അപ്പച്ചൻ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ശരിയല്ലേ? അപ്പൊ ഈ മേഖല ഇങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. നെക്സ്റ്റ് നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും ഇന്ന് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഹൈ പെയ്ഡ് സാലറി ഉണ്ടാവും, പക്ഷേ എക്സ്പെൻസും അത്ര തന്നെയായിരിക്കും. ശരിയല്ലേ? എത്രത്തോളം സാലറി ലഭിക്കുന്നുണ്ടോ അത്രത്തോളം ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരിക്കും, എക്സ്പെൻസും അങ്ങനെ ഉണ്ടാകും. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ സ്വദേശീവൽക്കരണം നടന്നുകൊണ്ടിരിക്കുക ആണോ?
നമ്മൾ എത്ര എങ്ങനെ അവിടെ ചെന്നാലും എത്ര വലിയ പെർഫോമേഴ്സ് ആയാലും നമ്മളെ അവർ കാണുന്നത് ഒരു രണ്ടാം കിടക്കാരനായിട്ടാണ്. ആണോ അല്ലയോ? എത്ര കണ്ട് നമ്മൾ അന്നം തരുന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആരാ? ഒരു രണ്ടാം കിടക്കാരനാണ്. ആണോ അല്ലയോ? ആണ്. ഇനി ഇത് മാത്രമാണോ അവസ്ഥ? ഇവിടെ നമ്മൾ ഒന്നുകൂടി നമ്മൾ മുമ്പോട്ട് പോയി ചിന്തിച്ചു കഴിഞ്ഞാല് ഇന്ന് അവിടെയൊക്കെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? ആ രാജ്യങ്ങളിലൊക്കെ ടാക്സേഷൻ, അതിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ 35 വർഷം അവിടെ ആയിരുന്നു. ശരിയാണ്, തെറ്റില്ലാതെ ജീവിച്ചിട്ടുണ്ട്, അതും ശരിയാണ്. പക്ഷേ ലക്ഷൂറിയസ് ആയിട്ട് വെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം അവിടുന്ന് നമുക്ക് ഇല്ല. പിന്നെ ഇപ്പൊ എന്താ വഴിയുള്ളത്? നെക്സ്റ്റ് എംപ്ലോയ്മെന്റ്. എന്ത് എംപ്ലോയ്മെന്റ്? ജോലിക്ക് പോകണം. അർജുൻ എന്ത് ചെയ്യാം? ഒരു ഗവൺമെന്റ് ജോലിക്കാരനാവാം. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ 72.5 കോടി ജനങ്ങളുടെ പ്രായം 29 വയസ്സിന് താഴെ. എവിടെ? 72.5 കോടി ജനങ്ങൾ 29 താഴെ. ഈ 72.5 കോടി ജനങ്ങളോട് ഗുസ്തി പിടിക്കണം, മത്സരിക്കണം. നിങ്ങളോ നിങ്ങളുടെ മകനോ മകളോ അനിയനോ അനിയത്തിയോ ഒരു ജോലി കിട്ടാൻ. ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളാണ് ഇന്ത്യൻ റെയിൽവേ, ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇവരൊക്കെ വിചാരിച്ചാൽ ഈ 72.5 കോടി യങ്സ്റ്റേഴ്സിന് ജോലി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഏത് വികസിത രാജ്യമാവട്ടെ അവിടുത്തെ 5% ആളുകൾക്ക് മാത്രമേ ഗവൺമെന്റ് ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. ശരിയാണോ അല്ലയോ? അപ്പൊ അവിടേക്ക് നമ്മൾ നോക്കി നിൽക്കുന്നതിലും അർത്ഥമൊന്നുമില്ല. അവിടുന്ന് ഒരു പരിഹാരം. മകന് നാളെ ജോലി കിട്ടിയിട്ടൊരു പെൻഷൻ നടക്കുമോ? ഇല്ല. ഇനി അടുത്തത് എവിടെയാ? സെൽഫ് എംപ്ലോയ്മെന്റ്. നമ്മുടെ നാട് കോഴിക്കോട്ടെ കുറിച്ച് പറയുകയാണെങ്കിൽ കച്ചവട സംസ്കാരമാണ്. ശരിയല്ലേ? ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താ? റീറ്റെയിൽ ഷോപ്പുകൾ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ. പക്ഷെ ഇന്ന് എന്താ നടക്കുന്നത്? 10 വർഷം മുമ്പ് നമ്മൾ സിറ്റിയിൽ എവിടെയെങ്കിലും ഒന്നൊരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് കൺസെപ്റ്റ് നമ്മൾ കണ്ടു. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ, എന്റെ നാട്ടിൽ നിന്ന് 4 സൂപ്പർ മാർക്കറ്റുകളുണ്ട്. നന്മണ്ട പഞ്ചായത്തിൽ നന്മണ്ട 13 എത്രയുണ്ട്? 4 സൂപ്പർ മാർക്കറ്റുകൾ. അപ്പൊ പൗരാണികമായിട്ട് പരമ്പരാഗതമായിട്ട് അവിടെ ട്രഡീഷണൽ ലെവൽ മാർക്കറ്റിംഗ്, ചെറിയ ചെറിയ ചെറുകിട ഷോപ്പുകളൊക്കെ വെച്ച് ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പൊ ഈ മേഖലയിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പ്രോസ്പെക്ട്സിനെല്ലാം തന്നെ ഇതിന്റെയൊക്കെ പരിഹാരവും ആവശ്യമുണ്ട്. പരിഹാരം വിവയിലുണ്ട്. ശരിയല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ഈ പ്രശ്നങ്ങളെ കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ആ പ്രോസ്പെക്ടിന് മുമ്പിൽ ഞാൻ എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സോ ഡു യു തിങ്ക് യുവർ സാലറി ഹൈ ക്യാൻ ബീറ്റ് ദ ഇൻഫ്ലേഷൻ? ഇങ്ങനെ ഒരു ജോലി കിട്ടിയാൽ, ആ സാലറി കൂടിയാൽ നിനക്ക് നിലവിലെ സാഹചര്യത്തിലെ സാമ്പത്തിക മാന്ദ്യത്തെ ചാടിക്കടക്കാൻ പറ്റുമോ? ഇപ്പൊ ചെറുകിട ഒരു ഔട്ട്ലെറ്റ്, നീ നിന്റെ നാട്ടിൽ ഒരു ചെറിയ ചെറുകിട സ്ഥാപനം ആരംഭിച്ചാൽ അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിന്റെ പ്രശ്നം കൂടാനാണോ സാഹചര്യമുള്ളത്? ഇങ്ങനെ നമ്മൾ ഉള്ളു തുറന്ന് അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ആൻസർ 99% ആൻസർ എന്തായിരിക്കും? നോ അല്ലേ? അർജു ഇല്ല, അർജു നടക്കില്ല, അർജു ഇല്ല, നടക്കില്ല, 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 നടക്കില്ല. ശരിയാണോ? ഈ നോ ആൻസർ വരുന്നവരേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അവരോട് പറയാം, എന്തെങ്കിലും ഒന്ന് നീ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. കാരണം നിന്നിലാണ് നിന്റെ അച്ഛന്റെ പ്രതീക്ഷ, അമ്മയുടെ പ്രതീക്ഷ, ഭാര്യയുടെ പ്രതീക്ഷ, അനിയത്തിയുടെ പ്രതീക്ഷ, അച്ഛന്റെ, ഇവരൊക്കെ കുടുംബത്തിന്റെ പ്രതീക്ഷ നിങ്ങളുടെ കയ്യിലാണ്. സോ ഇതിനൊരു പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തിയേ ഒക്കത്തുള്ളൂ. അത് പറഞ്ഞാൽ മീറ്റിംഗ് അങ്ങോട്ട് തീർക്കണം. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കാപ്പി കഴിക്കുന്നില്ല. നമ്മൾ പറയാം എന്തെങ്കിലും ഒരു പരിഹാരം കാണട്ടോ. ഞാനും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം എനിക്കും പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ പരിഹരിക്കാനുള്ള വഴി ഞാനും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിവ പറയുന്നുണ്ടോ? ഇല്ല. ഒരാഴ്ച അദ്ദേഹത്തിന് ഇതൊക്കെ ആലോചിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ആ ഒരാഴ്ചക്ക് ശേഷമേ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ, എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിലേ ഒരു സന്തോഷ വാർത്ത പറയാനാണ് അർജുൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. എന്റെ കയ്യിൽ അതിനെ പറ്റിയൊരു നല്ല അവസരം വന്നിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വരുന്നോ, ഞാൻ അങ്ങോട്ട് വരണോ? എന്താന്ന് പറഞ്ഞ മറുപടി എന്തായിരിക്കും? അർജുൻ നീ അവിടെ നിന്നോ, അടുത്ത വണ്ടിക്ക് ഞാൻ അങ്ങോട്ട് വരാം. ശരിയാണോ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരാവശ്യം ജനിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റിയെ നമ്മൾ ഉയർത്തുകയും ചെയ്യണം. യുവർ പ്രോസ്പെക്ട് ഈസ് നോട്ട് complete until suspect ask you for a help. ഒരു സഹായം ചോദിക്കുന്നത് വരെ അയാൾ ആരാ? സസ്പെക്ട് ആണ്. ശരിയല്ലേ? ആ സഹായം ചോദിക്കുന്ന അവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? പ്രോസ്പെക്ടിങ്. നമ്മൾ ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെയല്ലേ വരുള്ളൂ. ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എനിക്ക് അവിടെ നിന്ന് ഉത്തരങ്ങൾ വരാറുണ്ട്. ആ കാരണം കൊണ്ട് വളരെ അഭിമാനത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, 432 വ്യക്തികളെ ഇൻഡസ്ട്രിക്കകത്തേക്ക് ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്? കാരണം എനിക്ക് പ്രശ്നമുണ്ട്. എന്റെ അപ്പച്ചനും എന്റെ കുടുംബത്തിനും ഞങ്ങളുടെ അയൽപ്പക്കങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പരിഹാരമാണ് അവരുടെ കയ്യിലില്ലാത്തത്.
പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ അവര് പരിഹാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ന് നമ്മൾക്ക് അവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ കരസ്പർശമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിന്റെ പേരെന്താ? ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ശരിയല്ലേ? ആർക്കെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. ഹാവ് എൻ ഈഗിൾ ഐ സജഷൻ ഫോർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പരുന്ത് എങ്ങനെയാ? കിലോമീറ്ററുകളോളം ഉയരത്തിൽ പറക്കും. ശരിയല്ലേ? അതിന്റെ ലക്ഷ്യം അതിങ്ങനെ കാണുന്നുണ്ടാവും. ആണോ? ആ ലക്ഷ്യം അത് കാണും. ഇതുപോലെയാണ് പലവിധ പ്രശ്നങ്ങളുടെ പുകമറയിൽ, പ്രശ്നങ്ങളുടേതാകുന്ന കൂമ്പാരത്തിൽ എത്രയോ മുകളിലൂടെ പറക്കുക ഞാനും നിങ്ങളും. റിയാലിറ്റി കിടക്കുന്നത് എവിടെയാ? ഇവിടെയാ. നമ്മൾ പ്രശ്നത്തിന്റെ മുകളിൽ പ്രശ്നം കയറി മലക്കോട്ടകൾ കെട്ടി ചിന്തിച്ചാലോചിച്ച് പറന്നുകൊണ്ടേ ഇരിക്കുക. രക്ഷപ്പെടാൻ ഇനി പറ്റില്ല. പക്ഷെ ആ ചിന്ത പാടില്ല. അതിനു പകരം ഇന്ന് ഞാനുള്ളത് ആശീർവാദത്തിലാണ്, ഇന്ന് ഞാനുള്ളത് ഇൻഡസ്ട്രിക്കകത്താണ് എന്നുള്ള ചിന്തയിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാനൊന്ന് നോക്കുക. എൻ്റെ ലക്ഷ്യം എന്താ? ഇൻഡസ്ട്രി ഓഫ് ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആകണം, 1 കോടി രൂപ സമ്പാദിക്കണം. ശരിയല്ലേ? ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രോസ്പെക്റ്റിംഗ് മനോഭാവം നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കുക. മെജോറിറ്റി ആളുകൾക്ക് ഈ ലക്ഷ്യം ഉണ്ടാവില്ല. ഉയർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ റിയാലിറ്റിയിലേക്ക് ഒന്നുമില്ല. എപ്പോഴോ ലോട്ടറി അടിച്ച് തീർന്നാലായി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇൻഡസ്ട്രി ഒരു പ്രാക്ടിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ബിസിനസ് മോഡലാണ്. 108 കോടീശ്വരന്മാരെ സൃഷ്ടിച്ച, ആയിരക്കണക്കിന് മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, 2030 ആകുമ്പോൾ 100,000 ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പ്ലഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കമ്പനിയാണ് ഇൻഡസ്ട്രി. ആ ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ലക്ഷ്യം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. ഇന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നാളെ ഞാൻ ഡയമണ്ട് ആകും. പ്രശ്ന പരിഹാരം എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആകലാണ്. ആ പ്രശ്ന പരിഹാര മാർഗം ഇവിടെ പറയുന്ന 8 കോർ സ്റ്റെപ്പുകളുമാണ്. So suggestion for effective prospecting. While making contact, you are trying to arouse curiosity and set an appointment. നമ്മൾ എന്തെങ്കിലും കോൺടാക്ട് എടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കണം, ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുക്കണം. വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ, ഒരു ഇൻട്രൊഡക്ഷനും കൊടുക്കാതെ പ്രോസ്പെക്റ്റിംഗ് നടത്താൻ നമ്മൾ പോകാനേ പാടില്ല. എന്റെ എത്രയോ സമയം ഞാൻ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ പ്രസന്റേഷന് പോകുന്ന സമയത്ത്. ഇപ്പൊ അതുകൊണ്ട് ഞാൻ അന്വേഷിക്കും. കോയമ്പത്തൂരിൽ നിന്ന് ചെല്ലും ദിണ്ടിഗലിലേക്ക്, കോയമ്പത്തൂരിൽ നിന്ന് ചെല്ലും ചെന്നൈക്ക്, കോയമ്പത്തൂരിൽ നിന്ന് ചെല്ലും സേലത്തേക്ക്. അവരാരെയോ ഒന്ന് പിടിച്ച് മുമ്പിൽ കൊണ്ടിരുത്തും. എന്റെ സമയം, എന്റെ അധ്വാനം, എന്റെ കാറിന്റെ ഡീസൽ ഇതൊക്കെ വേസ്റ്റാവും. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അധികം കാശ് ചെലവാവില്ല, നിങ്ങളുടെ സമയം വെറുതെയാവില്ല. ശരിയല്ലേ? അപ്പൊ നിർബന്ധിച്ച് നിങ്ങളെ അപ്ലൈ ഫൗണ്ടേഷൻ ഡയമണ്ടിലേക്ക് കൊണ്ടുവന്നത്, ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നതെങ്കിലും ഇങ്ങനൊരു ലാഭം ഇപ്പം ഈ സെഷനിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ആ ലാഭം ഉണ്ട്, ഉറപ്പുണ്ടെങ്കിൽ എനിക്കൊന്ന് കൈയടിക്കും. 4 പേർ ഉറങ്ങുന്നത് ഞാൻ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് കൈയടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പേർ ആത്മാർത്ഥമായി കൈ അടിച്ചിട്ടുമില്ല. കൈ അടിക്കുന്നതിന് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ കൈ അടിക്കുമ്പോൾ ഒരു ചൈനീസ് തെറാപ്പി പറയുന്ന കാര്യം എന്താ അറിയോ? നമ്മൾ കൈ അടിച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടന്നാൽ ബ്ലഡിന്റെ ഡ്യൂട്ടി എന്താ? ശരീരത്തിൽ ആവശ്യമുള്ള വൈറ്റമിൻസ് ഒക്കെ ആവശ്യമുള്ള ഓർഗൻസിലേക്ക് എത്തിക്കുക. ശരിയല്ല? അനാവശ്യമായതിനെ പുറന്തള്ളുക. നന്നായി കൈയടിച്ചാൽ ഈ പ്രവർത്തികൾ നന്നായിട്ട് നടക്കും. ഹാർട്ട് നന്നായിട്ട് പമ്പ് ചെയ്യും. ഹാർട്ട് നന്നായിട്ട് പമ്പ് ചെയ്താൽ ഹൃദയത്തിന്റെ ആയുസ് കൂടും. ഹൃദയത്തിന്റെ ആയുസ് കൂടിയാൽ നമ്മുടെ ആയുസ് കൂടും. അതായത് ചൈനീസ് തെറാപ്പി പറയുന്നത് കൈയടിച്ചാൽ ആയുസ് കൂടും. ഇങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി കൈയടിക്കാൻ നിങ്ങൾ ചാൻസ് എടുക്കുക. ടീം എസ്കേക്ക് വേണ്ടി കൈയടിക്കേണ്ട, ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് വേണ്ടി കൈയടിക്കേണ്ട, എനിക്ക് വേണ്ടി കൈയടിക്കേണ്ട, നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടി കൈയടിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ എങ്ങനെ അടുക്കുമെന്ന് കാണിച്ചു തരുന്നു. അവനവന് വേണ്ടി കൈയടിച്ചില്ലേ? ഇതുപോലെ അവനവന് വേണ്ടി 8 കോർ സ്റ്റെപ്പുകൾ ചെയ്താൽ ഇതേപോലെ ആയിരക്കണക്കിന് ആളുകളുടെ കയ്യടിയുടെ അകമ്പടിയോട് കൂടി ഒരു ദിവസം നിങ്ങൾ ഈ സ്റ്റേജിൽ വരും. ഈ സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങളുടെ ഡയമണ്ട് ഷിപ്പിന്റെ പിന്നിങ് ഈ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് വേണ്ടി നടത്തിത്തരും. സോ 1-2 പോയിന്റ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഞാൻ എല്ലാം പറഞ്ഞു, ഒറ്റ വാക്കിലെല്ലാം ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഒരൊറ്റ പോയിന്റ് ഞാൻ പറയുന്നു. ആളുകൾ എടുത്ത് ചെന്ന് പ്രോസ്പെക്റ്റിംഗ് നടത്താതെ ദയവ് ചെയ്ത് നിങ്ങളുടെ അപ്ലൈനെ കൊണ്ടുപോയിട്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യരുത്. ഒരു കാരണവശാലും വിത്തൗട്ട് പ്രോസ്പെക്റ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകരുത്. അപ്പൊ ഇവിടുന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഈ ഹോൾ വിട്ട് ഇറങ്ങുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ എനർജി ലെവൽ, നിങ്ങൾക്ക് ഇവിടുന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് എനർജി വിൽ മൾട്ടിപ്ലൈ. നിങ്ങളുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് വിൽ ബി അത് അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡഡ് ആൻഡ് യുവർ ഡയമണ്ട്ഷിപ്പ് വിൽ ബി ഗ്യാരണ്ടീഡ്. സോ വിഷ് യു സക്സസ്. ഗുഡ് ലക്ക്. ജയ് ഹിന്ദ്. ജയ് വിവാഹ്.
Thank you. ഇങ്ങനെ കൊടുക്കണം കയ്യടി. ഒരു സാധാരണ സ്റ്റുഡൻ്റായി ഇൻഡസ്ട്രിയൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇതൊരു ഓൺട്രപ്രണറായി അതിന് അച്ചീവ്മെന്റ്സ് അത് പറഞ്ഞിട്ടില്ല. ഇത് എന്താ പറയാ, കോഴിക്കോട് നല്ലൊരു വീട്, എറണാകുളം നല്ലൊരു ഫ്ലാറ്റ്, മെർസിഡീസ് ബെൻസ്, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, നല്ലൊരു മോനുണ്ട്. എല്ലാ സക്സസും ഈ ഇൻഡസ്ട്രിയിലൂടെ ക്രിയേറ്റ് ചെയ്തു. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ശക്തമായി ബിസിനസ് ചെയ്യുന്നു. ഞാൻ പറയുന്നു ശരിക്ക് റിയലി എന്താ പറയാ, ഇദ്ദേഹം പറയുന്ന ഓരോ പോയിന്റ്സും ഐ എം വെരി ഷുവർ ഫീൽഡിൽ ഇറങ്ങി ചെയ്ത കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് ഒരു റെക്കഗ്നീഷൻ ആണ്. അംഗീകാരം വേണ്ടേ? റെക്കഗ്നീഷനോ ഇഷ്ടമാണോ? വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ ഞാനിവിടെ ക്ഷണിക്കുകയാണ്. വളരെ വളരെ സ്പെഷ്യൽ ആണ് ഈ ആളുകൾ. കാരണം ഇൻഡസ്ട്രിയൽ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പി വിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്? 100 PV, 300 PV, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇപ്പൊ കേരളത്തിലേക്ക് പ്രത്യേകിച്ച് ആളുകൾ വളരെ സീരിയസ് ആയി ബിസിനസ്സിന് എടുക്കും. വളരെ സീരിയസ് ആയി ബിസിനസ് എടുക്കും. അപ്പൊ ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ചും കൂടി ബിസിനസ് സീരിയസ് ആയി ചെയ്യണം, എനിക്ക് ഇങ്ങനെ ഈ മാസം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമല്ല, ശരിക്കും ഒരു നല്ലൊരു ട്രഡീഷണൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന പോലെ കുറച്ചൊരു നല്ല രീതിയിൽ ഈ ബിസിനസ് പ്രൊഡക്റ്റ് ഒക്കെ എന്റെ കയ്യിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പേഴ്സണൽ യൂസ് ചെയ്യാനും റീറ്റെയിൽ ചെയ്യാനും എല്ലാം വെച്ചുകൊണ്ട് ഒരു വർഷത്തേക്ക് ഒരു ഐഡിയ ഒക്കെ എപ്പോഴും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വല്ല ഓപ്പർച്യൂണിറ്റി ലോകത്തിൽ ചോദിക്കുന്ന ഒരുപാട് ആളുണ്ട്. കാരണം ആ ആളുകൾ വളരെ സീരിയസ് ആണ് ഈ ബിസിനസ്സിൽ. കാരണം എന്റെ ഓർഗനൈസേഷനിൽ ഞാൻ പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 150 മുകളിൽ ആളുകൾ ഈ കാണാൻ പോകുന്ന രീതിയിലേക്ക് മാറിയ ആളുകളുണ്ട്. ഇന്ന് ബാക്കിയുള്ള തമിഴ്നാട്, ആന്ധ്ര, നോർത്ത് ഈസ്റ്റ്, നോർത്ത് ഇന്ത്യ ഒക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ആളുകൾക്ക് ഈ ഒരു പാക്കേജിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. പക്ഷേ കേരളത്തിൽ നമുക്ക് ഒരു പ്രൊജക്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് തുടങ്ങി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ റാങ്ക് എത്തുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു റാങ്കിലെത്തി വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു പാക്കേജിലേക്ക് മാറി ഈ ഒരു പൊസിഷൻ, ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഏറ്റെടുത്ത് ഈ ബിസിനസ് വളരെ സീരിയസ് ആയി കമ്പനി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വിളിക്കുന്ന പേരാണ് പ്രസിഡന്റ്സ് ക്ലബ് മെമ്പേഴ്സ്. 1000 PV പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ബിസിനസ്സിൽ വളരെ സീരിയസ് ആയിട്ട് കമ്പനി ആയിട്ട് ആളുകളാണ്. അവരെ ക്ഷണിക്കട്ടെ. എങ്ങനെ ക്ഷണിക്കണം? അതുപോലെ once again backside. നമ്മള് പ്രസിഡന്റ്സ് ക്ലബ് മെമ്പേഴ്സിനെ ക്ഷണിക്കുകയാണ്. അവരുടെ പേര് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്ന ആളുകളോ വിളിക്കുന്ന ആളുകൾ ഓരോരുത്തരായി വളരെ വേഗത്തിൽ സ്റ്റേജിലേക്ക് വരിക. മാം പ്ലീസ്. മിസ്റ്റർ അശോക് കുമാർ, Mrs. Garcia, Mr. Ibrahim Sultan, Mr. Victor Sam,
Rasiya,